നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി മഹാദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ മഹാദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, ബഹുമാന്യരായ ദൈവജനം, വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനമറിയിക്കുന്നു. സംഭവപരമായി ലോകത്ത് ഒരു പ്രാവശ്യം കൂടി വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ ഒരു അവസരം കൂടി ദൈവം നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെക്കാൾ ശക്തന്മാരും മിടുക്കന്മാരും കരുത്തുള്ള പ്രിയപ്പെട്ടവരെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഏഴകളും പൊടിയും ക്രീമിയുമായിരിക്കുന്ന നമുക്ക് ദൈവം ഒരവസരം കൂടി നൽകിയ അവൻ്റെ സ്നേഹത്തിനായി സകലമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ബലവും ബഹുമാനവും ശക്തിയും അധികാരവും ആരാധനയും പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ പാദവൃത്തങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അനുഗ്രഹമായി ലീഡ് ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയ കർത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ നാം അറിയുന്നത് പോലെ നമ്മുടെ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്നു. ജയകരമായ ശുശ്രൂഷകൾ നിർവർത്തിച്ച് മടങ്ങി വരേണ്ടതിനായി നമുക്ക് സ്തോത്രത്തിൽ ജാഗരിക്കാം. അപ്പോൾ തന്നെ തൻ വിദൂരതയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങളെ ദൈവരങ്ങൾ കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദുഃഖകരമായ വാർത്തകൾ ഇടത്തും വലത്തും നാം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചൈനയിൽ ശക്തമായി ദൈവം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 30 പാസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ ഇന്ത്യയിൽ ശുശ്രൂഷകന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല ഇന്ന് അറസ്റ്റ് ചെയ്യുന്നു കേട്ടു, അടുത്തയാഴ്ച അവർ റിലീസായി എന്ന് കേട്ടു. എന്നാൽ ചിലപ്പോൾ പ്രൈസ് ദി ലോർഡ് ദശാബ്ദങ്ങൾ എടുത്തുനിന്ന് വരും അവർ വെളിച്ചം കാണുവാൻ. 30 ശക്തന്മാരായ ശുശ്രൂഷകരെ അറസ്റ്റ് ചെയ്തു. അവർ വെളിച്ചം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകൾ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യട്ടെ. അതേ സമയത്ത് മറു സൈഡിൽ ദൈവത്തിൻ്റെ ശക്തിയേറിയ ഉണർവുകൾ മറു സൈഡിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഏക ആത്മാവോടുകൂടി ഒരു സൈന്യത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം അത്ഭുതം ചെയ്യുമാറാകട്ടെ. അവൻ അത്ഭുതം ചെയ്യും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ അത് നമ്മുടെ അനുഭവങ്ങളാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വ്യക്തികൾ കാണും, കുടുംബങ്ങൾ കാണും, ദൈവസഭ കാണും, പട്ടണം കാണും, രാജ്യങ്ങൾ കാണുവാനിടയായി തീരും. ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. അവൻ ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെയും മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി തിരുവെഴുത്തിൽ നിന്ന് നമുക്കൊരു വേദഭാവം വായിക്കാം. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി അറിയുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. രണ്ടാമത് ദൈവസഭയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച അധ്യായമാണ് 10-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി ദൈവസഭയുടെ 33 വർഷത്തെ ചരിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് വാ തുറന്ന് പറഞ്ഞത്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഇതൊരു ജാതീയ മിലിറ്ററി ഓഫീസറിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. പത്രോസിൻ്റെ തെറ്റിദ്ധാരണകൾ ആ വീട്ടിൽ വെച്ച് മാറുകയാണ്. സഭയുടെ തിരുത്തിൽ കുറിക്കൽ, ചരിത്രം മാറ്റി ആ ജാതീയ ആ ഓഫീസറിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുകയാണ്. സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പെന്തിക്കോസ്ത് പാസ്റ്റർമാരോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്.
പെന്തക്കോസ്ത് വിശ്വാസികളോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, ജാതികളോടും ദൈവം സംസാരിക്കും. അവരോട് ദൈവം ഇടപെടും. രാജാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിൽ അരങ്ങേറാൻ പോകുന്ന സംഭവബഹുലമായ വിഷയത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചത് നെബൂഖദ്നേസർ എന്ന രാജാവിനോടായിരുന്നു. അപ്പം ജാതി രാജാക്കന്മാരോട് സംസാരിക്കും, അപ്പോൾ തന്നെ വിശ്വാസികളോട് സംസാരിക്കും, പെന്തക്കോസ്ത് പാസ്റ്റർമാരോട് സംസാരിക്കും, ഭക്തന്മാരോട് സംസാരിക്കും. അവൻ സകല ജഡത്തിൻ്റെ ദൈവമാണ്. 1-ാം അധ്യായത്തിൽ നാം തിരുവഴുത്തിൽ പ്രസംഗത്തിൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഇനി ഏറിയ നാൾ കഴിഞ്ഞ ശേഷം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം സ്നാനം കഴിപ്പിക്കും. 2-ാം അധ്യായത്തിൽ ആ കാത്തിരിപ്പ് വ്യർത്ഥമായില്ല എന്ന് 2-ാം അധ്യായത്തിൽ വാക്കും ഭക്ഷണം കൂടാതെ തെളിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം തീ പോലെ പെയ്തിറങ്ങി, ദൈവിക മുഴക്കം പോലെ പെയ്തിറങ്ങി. അത് വ്യക്തികളെ നിറച്ചു, കുടുംബങ്ങളെ നിറച്ചു, ദേശത്തെ നിറച്ചു. ആളുകൾക്ക് നിന്നുകൂടാൻ കഴിയാതവണ്ണം, എതിർത്തുകൂടാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി അവിടെ പെയ്തിറങ്ങി. 3-ാം അധ്യായത്തിൽ ഏത് ഉദ്ദേശത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ ആളത്തമായി ദൈവം അയച്ചോ, ആ 3-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രവർത്തന നടപടികൾ പ്രാരംഭമായി ആരംഭിക്കുകയാണ്. മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾക്കും മഹാദൈവം സാക്ഷി നിൽക്കുകയാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതിശക്തമായി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ എതിരാളികൾ എഴുന്നേറ്റു, ശത്രുക്കൾ എഴുന്നേറ്റു. പ്രൈസ് ഇതിനെ തടങ്ങലിടുവാൻ, പ്രൈസ് ലോർഡ്, അതിൻ്റെ മധ്യത്തിൽ അവർ ജഡപ്രകാരം പോരാടാതെ ദൈവസന്നിധിയിൽ മുഴങ്ങലുമടക്കുവാൻ അവർ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് 4-ാം അധ്യായം, പ്രൈസ് ലോർഡ്, അതിൻ്റെ 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പോരിൻ്റെ മധ്യത്തിൽ, പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ അവർ ജഡീകമായി പോരാടിയില്ല. ദൈവസന്നിധിയിൽ അവർ മുട്ടുമടക്കി. ദൈവസന്നിധി മുട്ടുമടക്കിയാൽ ഏത് വിഷയത്തിനും പരിഹാരമുണ്ടാകും. അതെപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഘടികാരത്തിലായിരിക്കും. പ്രൈസ്, നമ്മുടെ ഘടികാരം ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ചിലപ്പോൾ പോയിന്നിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ ഘടികാരത്തിൽ ആ ഘടികാരം തെറ്റുകയില്ല. ഹല്ലേലൂയ. അവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എങ്ങനെ? അവർ വാഗ്ദത്തത്തെ പിടിച്ചു പ്രാർത്ഥിച്ചു. പ്രവാചകവരനായിരുന്ന ദാവീദ് എന്ന ദൈവമനുഷ്യൻ പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ എഴുതി 2-ാം സങ്കീർത്തനത്തിൽ കോപേ ജാതികൾ കലയിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും കോപയ്ക്ക് അഭിഷേകത്തിന് വിരോധമായി ജാതികൾ എഴുന്നേൽക്കുന്നെന്ന് പറഞ്ഞ സൂക്തവാക്യം പിടിച്ച് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു. വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുമ്പോൾ വചനം പിടിച്ച് പ്രാർത്ഥിക്കണം, വാഗ്ദത്തങ്ങളെ പിടിച്ച് പ്രാർത്ഥിക്കണം. പോരാ, പ്രൈസ് ദി ലോർഡ്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം, ആവശ്യബോധത്തോടുകൂടി പ്രാർത്ഥിക്കണം, ആത്മഭാരത്തോടുകൂടി പ്രാർത്ഥിക്കണം, എല്ലാത്തിനുപരിയായി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ് അവിടെ വായിക്കുന്നത്, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രൈസ് ആ സ്ഥലത്തെ കുടിക്കുവാനുള്ള വിശ്വാസമുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു, ആത്മഭാരമുണ്ടായിരുന്നു, ഹല്ലേലൂയ, ഹൃദയ തകർച്ചയുണ്ടായിരുന്നു. പക്ഷെ ഒരു കടഞ്ഞെടുത്ത വാക്കുകളല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം പിടിച്ച് പ്രാർത്ഥന. അവിടെയാണ് നമ്മൾ 4-ാം അധ്യായത്തിലാണ് നമ്മൾ അറിയുന്നത് 2-ാം സങ്കീർത്തനം എഴുതിയത് പ്രവാചക വരണ്യനായിരുന്ന ദാവീദായിരുന്ന രാജാവായിരുന്ന ദാവീദാണ് ആ സങ്കീർത്തനം എഴുതിയതെന്ന് 4-ാം സങ്കീർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അവിടെ വായിക്കുന്ന മറ്റന്നെ വളരെ സന്തോഷിച്ച ഒരു ഭാഗമുണ്ട്. അവിടെ കൂടിയിരുന്നവർക്കെല്ലാം ദൈവകൃപ ലഭിച്ചു. അടുത്തത് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ, ഒന്ന് വായിച്ച ആ വാക്യം, പ്രൈസ് ദി ലോർഡ്, 4-ന്റെ പ്രൈസ് ദി ലോർഡ് 33-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ 4-ാം അധ്യായം 33-ാം വാക്യം. അതിനെ എക്സ്പ്രസ് ചെയ്യുവാൻ ഇനി മലയാളത്തിൽ മറ്റൊരു പദമില്ല. അത് സൂപ്പർലെറ്റീവിൽ ഡിഗ്രിയിൽ എഴുതിയിരിക്കുകയാണ്, മഹാശക്തിയോടെ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു ചെറിയൊരു പെശക്, കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. ചെറിയൊരു പെശക്, പക്ഷെ കൊടുക്കേണ്ടി വന്ന പെനാൽറ്റി വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ അഭിനയം, ഓർക്കുക, അഭിനയം ആയുസ്സിനെ കുറയ്ക്കും. സ്തോത്രം.
അഭിനയം ആയുസ്സിനെ കുറയ്ക്കും. ഇത് തന്നെയാണ് നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും സംഭവിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദമേന്നൊരൊറ്റ വിളിയാണ്. അവൻ തോട്ടത്തിൽ വന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അവൻ്റെ അഗ്നിജ്വാലക്കത്തെ കണ്ണ് സകലതും അറിഞ്ഞുകൊണ്ടാണ് തോട്ടത്തിൽ വന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു, ഈ സഭയാൻ തോട്ടത്തിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സഭയാൻ തോട്ടത്തിൽ പരിഹാരമുണ്ട്. അവൻ പരിഹാരവുമായിട്ടാണ് ഏദനിലേക്ക് ഇറങ്ങി വന്നത്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാൻ വന്നപ്പോൾ അവിടെ ഒരു അഭിനയം. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താവും തമ്മിലൊരു അഭിനയം. പിന്നെ അവരുടേതായ ചില വിക്രിയകളൊക്കെ അവരുടെ കാട്ടിക്കൂട്ടുന്നു. സംഭവിച്ചത് നഷ്ടപ്പെട്ടത് വലുതായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭിനയിക്കുകയല്ല. പ്രൈസ് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് പത്രോസിനെ ചോദിച്ചപ്പോൾ ചിന്തിക്കണ്ടേ കാര്യങ്ങളൊക്കെ എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത്രയൊക്കെ ഉള്ളോന്ന് ചോദിച്ചപ്പോൾ ചിന്തിക്കണ്ടേ കാര്യങ്ങളൊക്കെ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നെടുമ്പടി വീഴണ്ടേ? അതുവേന്നുള്ള ആ സ്നേഹത്തിൻ്റെ വിളി കിട്ടപ്പോൾ മറയുകയല്ല ചെയ്തത്, രംഗപ്രവേശനമാണ് ചെയ്യേണ്ടത്. അപ്പച്ചാ വന്നുപോയി, കുറവുകൾ വന്നുപോയി, പോരായ്മ വന്നുപോയി, അവിശുദ്ധർ വന്നുപോയി, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. സാത്താൻ ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ഓർക്കുക, ചതി ഉപായത്തിലാണ് വരുന്നത്. ചതി വളരെ ഡിപ്ലോമാറ്റിക് വേയില ചതി വരുന്നത്, അറിയില്ല. ചതിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ ചതിക്കപ്പെട്ടല്ലോ എന്ന് നാം അറിയുവാനിടയായി തീർന്നത്. നഷ്ടം സംഭവിച്ചത് പ്രൈസ് ദി ലോർഡ്. ഒന്ന്, തേജസ് നഷ്ടപ്പെട്ടു. ആ അഭിനയത്തിൽ തുണിയില്ലാതെയായി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. മാനവരാശിക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തം ദൈവത്തിൻ്റെ കൂട്ടായ്മ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും അത്രേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിൽ തന്നെ അന്വേഷിപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയും നടപ്പീൻ. കൂട്ടായ്മക്കാരുമായിട്ട് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. അത് ഊഷ്മളമായ കൂട്ടായ്മയാണ്. ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ഹാനോക്ക് ദൈവത്തോട് നടന്നതുപോലെ അങ്ങനെ നടക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് an other fellowship. പ്രൈസ് ദി ലോർഡ്. അത് പേഴ്സണലായിട്ടുള്ള ഫെലോഷിപ്പാണ്. അത് കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പാണ്. അത് അപ്പനേക്കാൾ ഉപരിയായി, അമ്മയേക്കാൾ ഉപരിയായി, ഭാര്യയേക്കാൾ ഉപരിയായി, ഭർത്താവിനേക്കാൾ ഉപരിയായി ഒരു ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പ് വിത്ത് ഓൾമൈറ്റി ഗാഡ്. പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വരും. ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പ് കർത്താവുമായിട്ടാകാൻ തുടങ്ങിയാൽ വില കൊടുക്കേണ്ടതായിട്ട് വരും. കൂട്ടായ്മക്കാർ ചിലപ്പോൾ അകന്നിരിക്കും, സ്നേഹിതന്മാരകന്നിരിക്കും, പക്ഷെ ദൈവം നിന്റെ തോളിൽ കൈയിടും. One man alone with God is majority than man with a million. One man alone with God is majority with than man with a million. ഒരു മനുഷ്യനും ദൈവവും അവനാണ് മെജോറിറ്റി. കരങ്ങളെടുത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നാട്ടുകാർ നിന്റെ തോളിൽ കൈയിടാനില്ലായിരിക്കാം, സ്വന്തക്കാരും ചാർച്ചക്കാരും നിന്റെ തോളിൽ കൈയിടാനില്ലായിരിക്കാം. പക്ഷെ ദൈവം പറയാണ്, നീ എൻ്റെ വചനപ്രകാരം നടന്നാൽ, എൻ്റെ ആലോചനപ്രകാരം നടന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ തോളിൽ കൈയിടാം. എന്ത് സന്തോഷകരമായ ഊഷ്മളകരമായ ക്രിസ്തു ജീവിതമായിരിക്കും അറിയോ? ദൈവം നമ്മുടെ തോളിൽ കൈയിടുമ്പോൾ. 5-ാം അധ്യായത്തിലെ അഭിനയം. 1, വസ്ത്രം നഷ്ടപ്പെട്ടു, തേജസ്. 2, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. 3, ദൈവമക്കൾ എന്നുള്ള പദവി നഷ്ടപ്പെട്ടു, പിശാചിൻ്റെ സന്തതിയായി തീർന്നു. 4, ദൈവത്തിൻ്റെ ജീവൻ, ദ ഗ്രാസ്പിംഗ് പവർ മനുഷ്യൻ നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 5, ഏദൻ നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ വലിയ പരമ്പര. കാരണം എന്താ? അഭിനയം. അവൻ്റെ സന്നിധി എല്ലാം നന്നവും മലർന്നതുമല്ലേ പ്രിയപ്പെട്ടവരെ. പൂവുകളെ ഉൾപ്പുകളെ ആരായുന്നവനല്ലേ അവൻ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓരോ വിഷയത്തിനും അവൻ ഏതെങ്കിലും പരിഹാരവുമായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. അവൻ ഏതെങ്കിലും പരിഹാരമായിട്ടാണ് വന്നത്. സഭയാൻ ദേവാലയത്തിൽ പരിഹാരമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനോ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന്, ആസാവ് പല സ്ഥലത്ത് പോയി, പരിഹാരം കിട്ടിയില്ല. ഒടുവിൽ ആലയത്തിലേക്ക് വന്നു.
ആലയത്തിൽ ദൈവശബ്ദമുണ്ട്, ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ്സുണ്ട്, ആലയത്തിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്, ആലയത്തിൽ ഫെലോഷിപ്പുണ്ട്. കരങ്ങളെത്തും സ്തോത്രം ചെയ്താട്ടെ. ഇത്രയും ശ്രേഷ്ഠമേറിയ അനുഭവം കിട്ടുന്ന വേറെ ഇടം ഏതാ ഉള്ളവർ? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ ആസാബ്, പരാതിക്കാരനായ ആസാബ്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നപ്പോൾ ദൈവശബ്ദം, ഞാൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ നിന്നെ ഞാൻ മഹത്വത്തിലേക്ക് കരകയറ്റും. ദൈവം വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ ഭാരപ്പെടണ്ട, പിന്നെ മഹത്വത്തിലേക്കാണ്. ഹല്ലേലൂയ. കരങ്ങൾ തിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഒരു സ്തേഫാനോസും ഫിലിപ്പോസും രംഗപ്രവേശനം ചെയ്യുകയാണ്. 6-7 അധ്യായത്തിൽ ആ സ്തേഫാനോസിനെ കഷണമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. സ്തേഫാനോസിന് വ്യാപരിച്ച ജ്ഞാനത്തോടും കൃപയോടും അവർക്ക് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ജനം അവർക്കെതിരെ ജനത്തെ ഇളക്കി, കള്ളസാക്ഷികളെ നിർത്തി. സ്തേഫാനോസിനെ കല്ലെറിയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ കള്ളസാക്ഷികളെ നിരത്താൻ തുടങ്ങും, കല്ലെറിയാൻ തുടങ്ങും. ആരോപണത്തിൻ്റെ കല്ലുകൾ, പരിഹാസത്തിൻ്റെ കല്ലുകൾ, ദുഷ്ടതയുടെ കല്ലുകൾ, അതിൻ്റെ മധ്യത്തിൽ നീ പിടിച്ചു നിൽക്കണം. ഗ്ലോറി ടു ഗോഡ്. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. നീ ഇതിനൊക്കെ ഒരു ഉത്തരവാദിയില്ലേ? 7-ാം അധ്യായത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച വാക്ക് പ്രൈസ് ദി ലോർഡ്. അതിന് മധ്യത്തിൽ 7:54-55 ഒന്ന് വായിച്ച് സഹായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി. ഇത് കേട്ടപ്പോൾ അവർ കോപപ്രവേശനായി അവരുടെ നേരെ പല്ല് കടിച്ചു. ഏത് കേട്ടപ്പോൾ? നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും നിങ്ങൾ അതനുസരിച്ചില്ല. ചെവിക്കും ഹൃദയത്തിനും സാധ്യമില്ലാത്ത പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞ് അതിശക്തമായ അവരുടെ മുഖത്ത് നോക്കി സ്തേഫാനോസ് പറഞ്ഞപ്പോൾ അവർ കല്ലെറിയാൻ തുടങ്ങി. കല്ലെറിഞ്ഞപ്പോൾ ഒരു ഭക്തൻ്റെ പ്രതികരണം നമുക്ക് അനുകരണീയമാണ്. പ്രൈസ് ദി ലോർഡ്. കല്ലെറിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 2 ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. 1 സ്വർഗം തുറന്നു, 2 ദൈവമഹത്വം സ്തേഫാനോസ് കാണുന്നു, 3 ഈ ഭക്തനെ സ്വീകരിപ്പാൻ പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണ് ഈ VIP ഭക്തനെ. നീ വീട്ടിൽ വലിയ മാന്യതയില്ലാത്തവനായിരിക്കാം, നാട്ടിൽ മാന്യതയില്ലാത്തവളായിരിക്കാം, സഭയിൽ മാന്യതയില്ലാത്തവളായിരിക്കാം. പ്രൈസലോ. പക്ഷെ നിന്റെ വാല്യൂ നാം വിചാരിക്കുന്നതിനേക്കാളും വലുതാണ്. നീ എനിക്ക് വിലയേറിയ മാന്യനുമായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. ആഫ്രിക്കയിലേറിയ വർഷം ഒരു പുരുഷായുസ് മുഴുവനും കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്ത ഒരു ദൈവമനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി തുറമുഖത്ത് വന്നപ്പോൾ ഒരു വലിയൊരു പുരുഷാരം ബൊക്കയും പൂമാലയുമായിട്ട് അവിടെ നിൽക്കുകയാണ്. തൻ്റെ ഉള്ളത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കർത്താവേ, എന്നെ ആദരിക്കുവാൻ ആളുകളെ ദൈവമാക്കിയല്ലോ. കുറച്ച് കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് താൻ ആ പോർട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യനും അവിടെയില്ല. കാരണം ആ സിറ്റിയിൽ ഒരു മേയർ ആ ഷിപ്പിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനായിരുന്നു ആ ജനാവലി മുഴുവനും ബൊക്കയും പൂമാലയുമായിട്ട് വന്നത്. ഒരു മനുഷ്യനും താൻ മാത്രം പോർട്ടിൽ നിൽക്കുന്നു. താൻ ദൈവത്തോട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി മുകളിലേക്ക് ഉയർത്തി കണ്ണുയർത്തി നിലവിളിച്ച്, കർത്താവേ, ഒരു പുരുഷായുസ് മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി അധ്വാനം ചെയ്തു. എൻ്റെ ഭാര്യയെ ഞാൻ ഓർത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർത്തില്ല. പട്ടിണി പൈതാകം ചോരുന്ന ഇടത്ത് നല്ല ഭക്ഷണം കഴിക്കാതെ ഒരായുസ് മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി അധ്വാനം ചെയ്തു. എന്നെ സ്വീകരിക്കാൻ
ഒരു മനുഷ്യനില്ലാതെ പോവില്ല. പ്ലീസ് ലിസൺ കെയർഫുള്ളി. ശ്രദ്ധിച്ച് കേൾക്കണമേ. ആ ദൈവം തന്നോട് അരുളി ചെയ്തത് ഞാൻ ഈ ബുക്കിൽ വായിച്ചതാണ്. അന്ന് ഞാൻ വായിച്ച തുള്ളിച്ചാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടനെ സ്വർഗത്തുനിന്നൊരു ശബ്ദം, മകനെ, ആ മേയർ അവൻ്റെ പട്ടണത്തിലേക്കാണ് വന്നത്, അവൻ്റെ സിറ്റിയിലേക്കാണ് വന്നത്. നീ നിന്റെ പട്ടണത്തിലേക്ക് വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്റെ പട്ടണത്തിലേക്ക് വാ. നിന്നെ സ്വീകരിക്കുന്ന സ്വീകരണം നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നിന്റെ കാതുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കോടാനുകോടി വിശുദ്ധന്മാര്, ട്രില്യൺ കണക്കിന് ദൂതന്മാരുടെ മധ്യേ ഇന്നെ വിട്ട് ഇന്ന വ്യക്തിയെ പേർ വിളിച്ചവൻ കൊണ്ടുവന്ന് ആ ഡേ ഓഫ് കൊറോണേഷൻ, പ്രൈസ് ദി ലോർഡ്, കിരീടദാനത്തിന്റെ ദിവസം നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? പോരാട്ടത്തിൽ കൂടി കടന്നുപോകുന്ന ഭക്ത, വേദനയിൽ കൂടി കടന്നുപോകുന്ന ഭക്ത, രോഗത്തിൽ കൂടി കടന്നുപോയ ഭക്ത, ഇത് നിന്റെ മനസ്സിൽ കാണണം. ദൂതന്മാരല്ല വെക്കുന്നത്, സ്വർഗത്തിലെ കർത്താവ് തന്നെ നമ്മുടെ പേര് വിളിച്ച് മുൻപിൽ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ കിരീടം വെക്കുന്ന ദിവസം, ദ ഡേ ഓഫ് കൊറോണേഷൻ. പോരിൽ കൂടി കടന്നു പോകുമ്പോൾ, നിന്നയിൽ കൂടി കടന്നു പോകുമ്പോൾ, പരിഹാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടലിൽ കൂടി കടന്നു പോകുമ്പോൾ നീ ഇത് മനസ്സിൽ ധ്യാനിക്കണം. ഇതാ നമുക്ക് കരുത്ത് തരുന്നത്. കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ ആരും ഓർക്കണ്ടെന്നേ. ഇവിടെ ഓർത്തോണ്ട് എന്നാ കാര്യം? ഇവിടെ നമ്മൾ ഓർത്തിട്ട് എന്നാ കാര്യം? ഈ ഓർക്കുന്നത് തന്നെ നാളെ തിരിയും. ഈ ശംശിയാനെ രാജാവാക്കാനും ആളുകൾ ഓടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രൂശ് കൊടുത്തു. ലുസ്രയും വടന്ന് നടന്നപ്പോൾ പൗലോസിനും ബർന്നബാസിനെയും ഇന്ദ്രനും ബുധനും വന്നു എന്ന് പറഞ്ഞു പൂമാല കൊണ്ട് അവരെ ചാർത്തി. അടുത്ത അധ്യായത്തിൽ തീറിടിയായിരുന്നു. അപ്പോൾ പൂമാല കണ്ടൊന്നും തുള്ളിച്ചാടരുത്, ബൊക്ക കണ്ടൊന്നും തുള്ളിച്ചാടരുത്. അടുത്ത അധ്യായത്തിൽ സംഗതി മറിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 7-ാം അധ്യായത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ. സ്വർഗം തുറക്കുന്നു, ദൈവമഹത്വം കാണുന്നു. ഈ ധാതുവായ ദൈവത്തിന് മനുഷ്യനെ പുത്രൻ തമ്പുരാനെ എതിരേൽക്കുവാൻ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. അത്ര VIP ആണ് സ്തെഫാനോസ്. ഒറ്റ പ്രസംഗിച്ചോളൂ. എന്തിനാ 100 വയസ്സ് വരെ ഈറ്റിലോറി കയറ്റം കയറുമ്പോഴും ജീവിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രസംഗം കീഴ്മി മുറിച്ചു കളഞ്ഞു. ഭക്തന്മാർ പറയുന്നത് സ്തെഫാനോസിന് ആയുസ് കൊടുത്തിരുന്നെങ്കിൽ പൗലോസിനേക്കാളും കരുത്തനാകുമായിരുന്നു. കാരണം സ്തെഫാനോസിന്റെ കന്നിപ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രസംഗമാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. തൻ്റെ കന്നിപ്രസംഗമാണത്. സ്തെഫാനോസിന് ആയുസ് കൊടുത്തെങ്കിൽ പൗലോസിനേക്കാളും കരുത്തനായി തീരുന്നേനെ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമുക്കറിയില്ലല്ലോ. ഒറ്റ പ്രസംഗം മതി സ്തെഫാനോസിനേക്കാളും കരുത്തനായ ഒരു മനുഷ്യനെ രംഗത്തേക്ക് കൊണ്ടുവന്നു. കരങ്ങളെത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ ചാപ്റ്റർ ക്ലോസ് ആകുമ്പോൾ 8-ാം അധ്യായത്തിലേക്ക് ഫിലിപ്പോസ് വരികയാണ്. മന്ത്രി സ്നാനപ്പെടുന്നു, മന്ത്രവാദി സ്നാനപ്പെടുന്നു. ശമറിയ കീഴ്മേ മറിയുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം ജനത്തിന്മേൽ വരുമ്പോൾ പട്ടണങ്ങൾ കീഴ്മേ മറിയും, സഭ കീഴ്മേ മറിയും, കുടുംബങ്ങൾ കീഴ്മേ മറിയും, വ്യക്തികൾ കീഴ്മേ മറിയും. ഇവരെ നോക്കി ലോകമനുഷ്യർ വിളിച്ചു പറയുന്നു, ശത്രുക്കാർ വിളിച്ചു പറയുന്നു, ഭൂലോകത്തെ കീഴ്മേ മറിക്കുന്നവർ. ഹല്ലേലൂയ. അഭിഷേകം വന്നു കഴിയുമ്പോൾ കീഴ്മേ മറിയും, ഏതും കീഴ്മേ മറിയും. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തെ കലയിപ്പിക്കുന്നവർ. ജോൺ വെസ്ലിയുടെ മേൽ അഭിഷേകം വന്നു, യൂറോപ്പ് കീഴ്മേ മറിഞ്ഞു. സ്തോത്രം. ജോൺ നോക്സിന് മേൽ അഭിഷേകം വന്നു, സ്കോട്ട്ലൻഡ് കീഴ്മേ മറിഞ്ഞു. ഇവാൻ റോബർട്ട്സിന് മേൽ അഭിഷേകം വന്നു, വെയിൽസ് കീഴ്മേ മറിഞ്ഞു. ഇത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. തരികടയും തട്ടിപ്പും മുഖംമൂടിയുമായിട്ട് പ്രൈസ് അങ്ങനെ മുമ്പോട്ടോ ഇത് വരികയില്ല. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട. ആളുകൾ ശത്രുക്കളാകും. പ്രൈസ് മനസ്സും അറിയാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറയും, നിന്നെ ഒറ്റപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റുപാടുകൾ കീഴ്മേ മറയും. പോലീസ് സ്റ്റേഷൻ പൂട്ടി, കോടതി പൂട്ടി, ദുർനടപ്പുശാല പൂട്ടി, ബാറ് പൂട്ടി. ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ വെയിൽസ് കീഴ്മേ മറിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറയാമോ? കർത്താവേ, അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണമേ. ഇത് ഈ കാര്യമായിട്ടാകാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ
ഒത്തിരി സഹിക്കേണ്ടി വരും. ഉറുമ്പ് കൂട്ടി തല വെച്ചോണായിരിക്കും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, എൻ്റെ വടിയും കോലും നിൻ്റെ ഇടത്തും വലത്തും നിൽക്കും, എൻ്റെ ദൂതന്മാരെ ഞാൻ പ്രൈസ് ദി ലോർഡ് നിൻ്റെ പുറകിൽ നിർത്തും, ഞാൻ നിനക്ക് മുൻപായി കടന്നുപോയി താമരക്കതികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കി താഴ്ന്നതിനെ ഉയർത്തി ഉയർന്നതിനെ താഴ്ത്തി നിനക്ക് ലെവലാക്കി ഞാൻ തരാം. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ യിരെമ്യാവേ? നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ യിരെമ്യാവേ? നിന്റെ നാവ് എനിക്ക് തരാമോ? പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തെ ഞാൻ കീഴ്മേ മറിക്കാം. നിന്റെ കണ്ണിനെ ജലനദിയാക്കാൻ നിനക്ക് സാധിക്കുമോ? അടിയുണ്ട്, ഇടിയുണ്ട്, പൊട്ടക്കിണറുണ്ട്, ആമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടിച്ചെന്നിരിക്കും. പക്ഷെ നിനക്ക് എനിക്ക് വേണ്ടി നിൽക്കാൻ കഴിയുമോ? ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒന്ന് കരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. 8-ാം അധ്യായത്തിൽ രാജ്യങ്ങൾ കീഴ്മറിയുകയാണ്, ശമറിയ കീഴ്മറിയുകയാണ്. മന്ത്രി സ്നാനപ്പെടുന്നു, മന്ത്രവാദി സ്നാനപ്പെടുന്നു. 9-ാം അധ്യായത്തിൽ കൊലപാതകൻ നിഷ്ഠൂരമായിരുന്ന ശൗലൊരു കൊള്ളിയാനെ പോലെ മിന്നി അപ്രത്യക്ഷമാകുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതാ ഒരു പട്ടാള ഓഫീസർ രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നത് ഭക്തൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, വളരെ ധർമ്മം കൊടുക്കുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. നിങ്ങൾ എന്നോട് പണങ്ങുമോ ഞാൻ പറഞ്ഞാൽ? നമ്മളിൽ അനേകർക്ക്, ഞാനടക്കം, ഇല്ലാത്ത ക്വാളിറ്റിയാണ് ഈ ഓഫീസർക്ക്. അപ്പോൾ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴും ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങി. ഹലൂഷനല്ല, ലൈവായിട്ട് കാണുക. ദൂതൻ, പഴയ നിയമത്തിലെ ദൂതൻ പുതിയ നിയമത്തിലുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൂതൻ്റെ കളികളാണ്. എൻ്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലണ്ടൻ എയർപോർട്ട് ഗാറ്റ്വിക്കിൽ വെച്ച് ദൂതൻ ഇറങ്ങിയ സംഭവം ഞാൻ ഓർക്കുന്നു. അതൊക്കെ എങ്ങനെ ഈ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൂതൻ ഇന്നും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൂതൻ ഇറങ്ങും. എന്നിട്ട് ദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മം ഓർത്തിരിക്കുന്നു. നീ തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ പത്രോസ് എന്ന പേരുള്ള ശിമോൻ പാർക്കുന്നു. അപ്പം അവിടെ 2 ശിമോനുണ്ട്. ഒന്ന് തോൽക്കൊല്ലനായ ശിമോൻ, 2 എൻ്റെ ദാസനായ ശിമോൻ, എൻ്റെ അഭിഷിക്തനായ ശിമോൻ. ശിമോന് വരുത്തെന്ന് പറഞ്ഞാൽ മറ്റേ പള്ളി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ആര്? തോൽക്കൊല്ലനായ ശിമോൻ. അവൻ വന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. പത്രോസ് എന്ന മറുപേരുള്ള ശിമോൻ. ഇപ്പം നമ്മുടെ 2 പേരും സ്വർഗത്തിലറിയാം. എനിക്ക് 2 പേരുണ്ട്. ഒഫീഷ്യൽ നെയിം PI വർഗീസ്, മറ്റേത് ബേബിച്ചൻ പാസ്റ്റർ. ആ ചുറ്റുപാടുള്ള പ്രമേശത്തിലുള്ള ആളുകൾ ബേബിച്ചൻ എന്നാണ് പറയുന്നത്. പ്രൈസ്. അവിടെ PI വർഗീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ 2 പേരും ദൈവത്തിനറിയാം. പത്രോസ് എന്ന മറുപേരുള്ള ശിമോൻ. ഇല്ല, കറക്റ്റല്ലേ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. സ്കെയിൽ വെച്ച് വരച്ചതുപോലെയല്ലേ കറക്റ്റ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ ആ സംഭവം നടന്നുകൊണ്ടിരിക്കും. നീ പെട്ടെന്ന് പത്രോസ് എന്ന പേരുള്ള ശിമോനെ വരുത്തുക, നീ നിന്റെ കുടുംബം രക്ഷപ്പെടുവാൻ അവൻ നിന്നോട് പറയും. ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ശിമോന്റെ വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുക. തോൽക്കൊന്ന ശിമോന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാറായി, റെഡിയായില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. താമസിച്ച് പ്രിപ്പയർ ചെയ്യാൻ എന്തോ താമസിക്കുക, എന്തോ ഇന്നത്തെ പോലെ ഗ്യാസ് ഇല്ലല്ലോ. ഉടനെ പുള്ളി അവിടെ ദേഷ്യപ്പെട്ടില്ല. ഞാൻ ആരാന്നറിയാമോ? സ്വർഗത്തിൻ്റെ താക്കോൽ കിട്ടിയ ആളാണ് ഞാൻ. പ്രഥമ ശിഷ്യനാണ്. വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്ന ആളാണ്. എൻ്റെ നിഴല് വീഴുമ്പോൾ ആളുകൾ സൗഖ്യമായി. ഞാൻ ആരാന്നറിയാം? എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധയില്ലാതെ പോയെന്നാ? ഇതൊന്നും പറഞ്ഞില്ല. ചിലത് താമസിക്കുന്നത് നന്മയ്ക്കാകട്ടോ വിശുദ്ധന്മാരെ, ചിലത് താമസിക്കുന്നത് നല്ലതാ. പെരുമ്പ് സാറിൻ്റെ ജീവചരിത്രം വായിച്ചു, ഇന്ത്യ ബന്ധുക്സ് ദൈവസഭയിലെ. അദ്ദേഹം ശുശ്രൂഷ ഓടിച്ചു പറയാം. ശുശ്രൂഷയ്ക്കായി കടന്നു വരും, ദ്വീപിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. ആരംഭകാലമാണ്. ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോട്ട് പോയി. ബോട്ട് പോയില്ല. അദ്ദേഹം തൻ്റെ കൊടയെടുക്കാൻ മറന്നുപോയി. അന്നത്തെ കാലം കൂടെ ഗൾഫിൽ നിന്ന് ആരോ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത വില കൂടിയൊരു കാലം കൂടെയാണ് കാലം കൂടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുന്ന കൊട. പുള്ളി അത് എടുക്കാനായിട്ട് ഓടി വീട്ടിലേക്ക് ചെന്നു. ശുശ്രൂഷ വീട്ടിലേക്ക് ചെന്നു. ഓടി വന്നപ്പോഴത്തേക്കും ബോട്ട് പോയി.
പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. ആത്മകഥ എഴുതി വെച്ചിരിക്കുന്ന ഫിലിപ്പ് സാറിൻ്റെ ഭയങ്കര സങ്കടവും ദേഷ്യവും. അതിന് മറ്റൊരു കാര്യം, ആ വീട്ടിൽ സൂക്ഷിച്ചിട്ട് പൈസ വാങ്ങിച്ചില്ല. പാവപ്പെട്ട വീടായതുകൊണ്ട് ആ കൊച്ചൻ്റെ പോക്കറ്റിലേക്ക് പൈസ ഇട്ടിട്ട് കൊടുത്തിട്ട് പോന്നു. മൊത്തത്തിലാകെ കലിപ്പായി. ലേരിയ അത് തിരിച്ചാ ബെയ്ത്തമ്മ അവിടെ ചെന്ന് ആ വീട്ടിൽ പാർത്ത് അതിരാവിലെ ലാസ്റ്റ് ബോട്ടാണ് അത് പോയി. അതിരാവിലെ ബോട്ടിയിട്ട് വന്നപ്പോൾ പേപ്പർ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചത് താൻ പോകേണ്ട ബോട്ട് മുങ്ങി, കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെട്ടു. ചിലത് നന്മയ്ക്കാകട്ടോ, നിന്നെ അപായപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ. ഗ്ലോറി ടു ആയുസിനെ ദീർഘിപ്പിക്കാൻ വേണ്ടിയാ ചിലത് നഷ്ടമാകുന്നത്, ചിലത് ഡിലേ ആകുന്നത്. നമുക്ക് ചിലത് പ്രൈസ് ലോർഡ് അംഗീകരിക്കാൻ പറ്റാത്ത അനുഭവത്തിൽ കൂടി ചിലപ്പോൾ കടന്നു പോകുന്നത് അത് നന്മയ്ക്കാ. പ്രൈസ് ലോർഡ് ആസിയിലെ വാതിലടച്ചു നന്മയ്ക്കാ, ബിഥുനിയിലെ വാതിലടച്ചു നന്മയ്ക്കാ. പിന്നീട് പ്രൈസ് ലോർഡ് യൂറോപ്പിലേക്ക് ഒരു വലിയ വാതിൽ ദൈവം അങ്ങ് തുറന്നു, മക്കതോനിയിലേക്ക് ഒരു വലിയ വാതിൽ തുറന്നു. ഞാൻ പറയാറുള്ളത് പോലെ ആദ്യം അടഞ്ഞ വാതിലല്ല, 2 ജനാലകളായിരുന്നു. ഒരു വലിയ വാതിൽ തുറക്കാനാണ് ദൈവം പ്ലാൻ ചെയ്യുന്നത്. ജനാല കൊണ്ട് നീ തൃപ്തിപ്പെടരുത്. കരങ്ങളെ ഉയർത്തി എന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഭക്ഷണം ഒരുക്കുമ്പോഴത്തേക്കും താൻ വിചാരിച്ചോ 40 നേരം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലെല്ലാം പരിഹാരമുണ്ടല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനൊരു ആത്മവിവശനായി സ്വർഗത്തിൽ നിന്നിങ്ങനെ ഒരു സ്വർഗം തുറന്ന്, ഇവിടെയും സ്വർഗം തുറക്കുന്നു. ഒരു തുപ്പട്ടി ഇങ്ങനെ ഇറങ്ങി വരികയാണ്, 4 കോണും കെട്ടിയ തുപ്പട്ടി. ആ പ്രൈസ് ആ പാത്രം ലോകത്തെ കാണിക്കുന്നു. ആ 4 കോണ് കെട്ടിയത് ഭൂലോകത്തിലെ 4 ദശകളെ കാണിക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 10, 11, 12, 13 എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തതിൽ വായിക്കുന്നില്ല. ശബ്ദം, പത്രോസേ അറുത്തു തിന്നുക. അതിൻ്റെ അകത്ത് ഭൂലോകത്തുള്ള സകല നാനാവിധത്തിലുള്ള പക്ഷികളും പറവുകളും നാൽക്കാലികളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ദൈവം പറയുന്നു അറുത്തു തിന്നുക. ഉടനെ പത്രോസ്ലിഹ, റൈസസമുള്ള ഈ ദൈവമനുഷ്യൻ, ഫേവറിറ്റിസമുള്ള ഈ ദൈവമനുഷ്യൻ പറയണം, അയ്യോ കർത്താവേ, ഞാൻ ഒരിക്കലും മലിനമായതൊന്നും ഞാൻ തിന്നിട്ടില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ. ഹല്ലേലൂയ. പ്രാഗൽഭ്യം, ഫുഡ് റൂളിൽ പ്രാഗൽഭ്യം. ക്രിസ്തീയ ജീവിതം പ്രാഗൽഭ്യത്തിൻ്റെ ജീവിതമാണ്. ഗ്ലോറി ടു ഗാഡ്. അഹങ്കാരമല്ല, പ്രാഗൽഭ്യവും അഹങ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജോസഫ് പറയാണ്, സ്വപ്നം കണ്ടോ? സ്വപ്നം എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് അഹങ്കാരമല്ല, പ്രാഗൽഭ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വീണ്ടും ശബ്ദം 3 പ്രാവശ്യം ഉണ്ടായി. പാത്രം മുകളിലേക്ക് എടുത്തു. ഗ്ലോറി ടു. ഇതിങ്ങനെ എന്തായിരിക്കും ഈ സ്വപ്നം, എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ വായിക്കുന്നത്, ഹല്ലേലൂയ, അവിടെ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട കൊർന്നേലിയോസിൻ്റെ വീട്ടിലെ ആളുകൾ, പടയാളികൾ കറക്റ്റ് വീട് തെറ്റാതെ കറക്റ്റ് പത്രോസ്ലിഹായുടെ വീട്ടിൽ വരികയാണ്. തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ വരികയാണ്. ഈ GPS തെറ്റില്ല, കറക്റ്റ് GPS-ആ. ഗൂഗിളും ആപ്പിളും 98 വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഏതോ ഒരു സ്റ്റേറ്റിൽ നിന്ന്, ടെക്സസിലാണെന്ന് തോന്നുന്നു, 2 പേര് യാത്ര ചെയ്ത് വണ്ടിയിൽ വന്നു, GPS ഇട്ട് വന്നു, കുളത്തിൽ ചാടി. ഇപ്പം GPS പറയുക, നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഏതാ കുളത്തിൽ ചാടിയപ്പോൾ? പ്രൈസ് ദി ലോർഡ്. കറക്റ്റ് GPS-ആ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വീട് തെറ്റാതെ താഴെ നിന്ന് ചോദിക്കുകയാണ്, പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനൂടെ പാർക്കുന്നുവോ? പേര്, വീട്, അഡ്രസ്സ്, സ്ട്രീറ്റ് നമ്പർ. എൻ്റെ പ്രിയ വിശുദ്ധന്മാരെ, കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കുന്ന ദൈവമക്കളെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇത്ര കൃത്യമായിട്ട് ദൈവത്തിന് നമ്മെ അറിയാമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിപ്പീൻ. നിന്നെ അറിയുന്നു, നിന്റെ വീട് അറിയുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ അറിയുന്നു, നിന്റെ വിഷയം അറിയുന്നു, നിന്റെ രോഗം അറിയുന്നു ദൈവം. ഇത്ര വലിയ ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആകുലത എന്തിന്? സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാന്ന് പറ. ഡിലേ ആകുന്നെങ്കിൽ നന്മയ്ക്കാന്ന് പറ.
ആ രോഗം വന്ന് നന്മയ്ക്കാന്ന് പറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കറക്റ്റ്. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ അവൻ പാർക്കുന്നു. അവിടെ മറ്റൊരു ശീമോനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കേണ്ട പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ ചോദിക്കണം. എത്ര ഭയങ്കര സ്വർഗത്തിലെ അപ്പച്ചനെ നമ്മൾ സേവിക്കുന്നത്. നിയമങ്ങളെ മാറ്റാൻ കഴിവുള്ളവൻ, സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നവൻ. പ്രതികൂലം വരുന്നുവെങ്കിൽ അതിൻ്റെ അകത്തൊരു നന്മയുണ്ട്. ഓർക്കുക, ശിംശോന്റെ മേൽ ചാടി വീണ സിംഹത്തിന്റെ അകത്ത് തേനുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തേനുണ്ടായിരുന്നു, തേൻ. കരങ്ങൾക്ക് സ്തോത്രം ചെയ്താട്ടെ. ആ പോരിന്റെ മധ്യത്തിൽ, പോരാട്ടത്തിന്റെ മധ്യത്തിൽ, വെല്ലുവിളിയുടെ മധ്യത്തിന്റെ അകത്ത് കുഞ്ഞേ നിനക്കുള്ള തേനുണ്ട്, ദൈവപ്രവൃത്തിയുടെ തേൻ. നന്മയ്ക്കാന്ന് പറയുവാനുള്ള ഒരാത്മീയ മെച്യൂരിറ്റി നമുക്ക് വരണം. അത് നന്മയ്ക്കാണ്, അത് നന്മയ്ക്കാണ്, അത് നന്മയ്ക്കാന്ന് പറയുവാനുള്ള ഒരാത്മീയ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരണം. അത് വചനത്തിലൂടെയാണ്. ആത്മാവും വചനവും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരും. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി എന്ന് പറഞ്ഞാൽ മെച്യൂറായി നിർത്തുക. ക്രിസ്തുവിൽ മെച്യൂറായി കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ നമുക്ക് പരാതിയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റ് ജഡത്തിൻ്റെ ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ഈസി ഗോയിങ്ങാ. എന്തെന്നില്ലാത്ത സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ അകത്ത് പാടി ഏത് സഹോദരനെ കണ്ടാലും പ്രൈസ് ദി ലോർഡ് ബ്രദർ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊഷ്മത, ആ നിലവാരത്തിലേക്ക് വിശുദ്ധന്മാർ ഉയരണം. ഇത് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരാണെന്നാണ് തിരുവഴുത്തിൽ വായി. ഇതുണ്ടായി വർദ്ധിക്കണം. ഉടനെ താനിങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പത്രോസിനോട് പറയാം, നിന്നെ 3 പേർ അന്വേഷിക്കുന്നു. ആത്മാവ്. അപ്പം ഇവർ തമ്മിൽ സംസാരിക്കുക. ആത്മാവും തമ്മിൽ സംസാരിക്കുക. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. അത് ഇച്ചിരി ഉയർന്ന അനുഭവമാണ്. പീലിപ്പോസിനോട് ആത്മാവ് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇവർ തമ്മിൽ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉയർന്ന അനുഭവത്തിലേക്ക് ഉയർന്നു വരാൻ നമ്മുടെ ക്രിസ്തീയം, നമ്മുടെ കൂട്ടായ്മകൾ, ആരാധനകൾ, ബൈബിൾ സ്റ്റഡികൾ, ഫെലോഷിപ്പുകളെല്ലാം നമ്മൾ പ്രയോജനമാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരകഴുത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആത്മാവ് പറയുകയാണ്, ഞാൻ അവരെ അയച്ചതാണ്, ഒന്നും സംശയിക്കാതെ പോകുക. ഷോർട്ട് ചെയ്യുക. അവിടെ വന്ന് ഇവരുടെ കൂടെ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഉടനെ കൊർന്നേലിയോസ് നെടുമ്പാട് വീണ് പത്രോസിൻ്റെ കാൽക്കൽ വീഴുന്നു. പത്രോസ് എഴുന്നേൽക്കുക, അങ്ങനെ ചെയ്യരുത്, ഞാനൊരു മനുഷ്യനാന്ന് പറഞ്ഞു. ചോദിച്ചു, നീ എന്തിനാ എന്നെ വിളിച്ചത്? നിനക്കറിയാലോ യഹൂദനായ ഞങ്ങൾക്ക് ജാതികളായി നിങ്ങളോട് തീറ്റ കൂടിയൊന്നും ഇല്ലെന്നുള്ളത് നിനക്കറിയാലോ, സമ്പർക്കമൊന്നും ഇല്ലെന്ന് നിനക്കറിയാലോ. റേസിസത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന പത്രോസ്ലീഹ, ഫേവറിറ്റിസിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന പത്രോസ്ലീഹയെ കർത്താവ് പൊളിച്ചു പണിയുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൊർന്നേലിയോസ് ഉണ്ടായ സംഭവമെല്ലാം കൃത്യമായി വിവരിച്ചങ്ങ് പറഞ്ഞു. ദൂതം വരുന്നതും നിന്നെ വിളിക്കണമെന്ന് പറയുന്നതും നിന്റെ പ്രസംഗം കേൾക്കുന്നതെല്ലാം പ്രൈസ് ദി ലോർഡ് അങ്ങ് വിവരിച്ചു പറഞ്ഞു. അപ്പോൾ വായിച്ച കുറിവാക്യം, അപ്പോൾ പത്രോസ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് അവനെ അംഗീകരിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വാക്കുകളെ അധരത്തിൽ നിന്ന്, അഭിഷേകത്തിന്റെ അധരത്തിൽ നടന്നു വീണപ്പോൾ തിരുവഴുത്തിൽ വായിക്കുന്നു, വചനം കേട്ടവരുടെ ആത്മാവ് വന്നു. ഹല്ലേലൂയ. അന്ന് ജാതിയും യഹൂദൻ എന്നുള്ളതായ ആ വേർപാടിന് നടിച്ചവര് ദൈവം തമ്പുരാൻ പൊളിച്ചു. ദൈവസഭയുടെ ചരിത്രം ഈ വീട്ടിൽ തിരുത്തി കുറിക്കുക. ഹല്ലേലൂയ. വേറൊരു വീട്ടില് പ്രൈസ് ദി ലോർഡ് ലോക സുവിശേഷീകരണത്തിന്റെ ദർശനം ഇറങ്ങിയപ്പോൾ ജാതീയനായ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ജാതീയനും യഹൂദനും എന്നുള്ളതായ ആ വേർപാടിനെ നടിച്ചവര് ദൈവം ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ്
പത്രോസിൻ്റെ താക്കോല് കൊണ്ട് ജാതികൾക്ക് സ്വർഗപ്രവേശനത്തിലുള്ള അനുഭവം കൊടുക്കുകയാണ്. ഈ വാക്കുകളെ പറഞ്ഞു കേട്ടപ്പോൾ വചനം കേട്ടമേൽ ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ്ലിയുടെ പിടിവള്ളി വിട്ടുപോയി. ഏറ്റവും റേസസ് ഉണ്ടായിരുന്ന ആളാ പുള്ളി, ഏറ്റവും ഫേവറേറ്റ്സ് ഉണ്ടായിരുന്ന ആളാ പുള്ളി. വന്നപ്പോഴേ പറഞ്ഞു, നിനക്കറിയാലോ യഹൂദനും ജാതിയും തമ്മിൽ നമുക്കൊരു സമ്പർക്കമില്ലെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ ദൈവം പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് വിചാരിക്കരുത്. എൻ്റെ വല്യപ്പച്ചന് ഈ പ്രൈസ് ദി ലോർഡ്, എൻ്റെ വല്യപ്പച്ചനായ യാക്കോബിന് ഈ ഫേവറിസമുണ്ടായിരുന്നു. അവൻ ലേയെ അനിഷ്ടയെന്ന് കണ്ടു, റാഹേലിനെ ഇഷ്ടയെന്ന് കണ്ടു. ഹല്ലേലൂയ. എൻ്റെ വല്യമ്മച്ചയ്ക്ക് ഈ ഫേവറിസമുണ്ടായിരുന്നു. മൂത്ത ആ ഇളയാളോട് സ്നേഹം കൂടി ഒരു കളിപ്പീരൊക്കെ അവിടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നെൻ്റെ പിടിവള്ളി ദൈവം തമ്പുരാൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അവനെ അംഗീകരിച്ച് ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നെന്ന് പറഞ്ഞ് ഈ വാക്കുകൾ പ്രസ്താവിച്ചപ്പോൾ വചനം കേട്ടവിടെ ആത്മാവ് വരുന്ന് അവൻ അന്യ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ പത്രോസ് പറയുകയാണ്, പ്രൈസ്, നമ്മെ പോലെ ജാതികളിൽ മേലും ദൈവം അഭിഷേകത്തെ പറഞ്ഞുവെങ്കിൽ വെള്ളത്തെ വിലക്കുവാൻ ആർക്ക് കഴിയും? ദൈവം പ്രവർത്തിച്ചാൽ ആർക്ക് തടയാൻ കഴിയും? ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്നാൽ ആർക്ക് തടയാൻ കഴിയും? നമ്മുടെ കണ്ണുകളടയ്ക്കാം. അഭിഷേകത്തെ ഷട്ടർ തുറക്കട്ടെ, ദൈവകൃപയുടെ ഷട്ടർ തുറക്കട്ടെ, ദൈവപ്രവൃത്തിയുടെ ഷട്ടർ തുറക്കട്ടെ. ചില നിമിഷങ്ങൾ അവിടെ സൗഖ്യം നടക്കും, അവിടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കും. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ഉപകരണമായി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ഒരുവനായ ദൈവം ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഗോഡ് ബ്ലെസ് യു.